ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ആദത്തിൻ്റെ അനുസരണക്കേട് നിമിത്തമാണ് മരണം ഭൂമിയിലെത്തിയത്. രണ്ടാം ആദമായ ഈശോയുടെ അനുസരണം മരണത്തോളം കീഴ്വഴങ്ങിയുള്ള അനുസരണം നിമിത്തം മരണത്തിൻ്റെ മരണമായ ഉയിർപ്പ് രംഗപ്രവേശം ചെയ്തു. ഒന്നാം ആദത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും പരിഹരിക്കുന്ന രണ്ടാം ആദമാണ് ഈശോനാഥൻ. പറുദീസായിലെ മരത്താലെ വന്ന പാപങ്ങൾക്ക് ഗാഗുൽത്താമലയിലെ കുരിശുമരത്താലെ പരിഹാരം ചെയ്തു ഈശോനാഥൻ. ഭക്ഷണത്താലെ വന്ന തിന്മകൾക്ക് പരിഹാരമായി തൻ്റെ ശരീരരക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി നൽകി. ഒരു സ്ത്രീ ഒന്നാം ആദത്തെ പാപത്തിന് പ്രേരിപ്പിച്ചു. മറ്റൊരു സ്ത്രീ ഗർഭം ധരിച്ച് രണ്ടാം ആദമായ ഈശോയെ പ്രസവിച്ചു. അവൾ കുരിശിൻ്റെ വഴിയെ നടന്നു പാപപരിഹാരം ചെയ്യാൻ മകന് ശക്തി നൽകി. ആദം ഒരു തോട്ടത്തിൽ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച് സുഖിച്ചു. ഈശോ മറ്റൊരു തോട്ടത്തിൽ പ്രാർത്ഥിച്ചു. ഉള്ളുരുകി പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർപ്പുതുള്ളികളായി നിലത്ത് വീണു. ഗാഗുൽത്താമലയിൽ ആദം സംസ്കരിക്കപ്പെട്ടു. ഈശോ ഗാഗുൽത്താമലയിൽ കുരിശിൽ മരിച്ചു. ഈശോയുടെ ശരീരത്തിൽ നിന്ന് കുരിശ് വഴി ഒഴുകിയിറങ്ങിയ തിരുരക്തം ആദത്തിൻ്റെ തലയോട്ടിയെ നനച്ചു എന്നാണ് പാരമ്പര്യം. കാരണം ആദം എവിടെ അടക്കപ്പെട്ടോ അവിടെയാണ് ഈശോയുടെ കുരിശ് ഉയർത്തപ്പെട്ടത്. ഭക്ഷിച്ച് സുഖിച്ചാണ് പാപം ചെയ്തെങ്കിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് പരിഹാരം ചെയ്തു. ആമേൻ.